ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഭാഗമായ ശേഷം ജീവിതത്തിൽ വളരെയധികം തിരിച്ചടികളും വിമർശനവും അപമാനവും സഹിക്കേണ്ടി വന്ന മത്സരാർത്ഥിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ. ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുമ്പോൾ ഒപ്പമുണ്ടായിരുന്നതൊന്നും തിരികെ വരുമ്പോൾ ജാസ്മിനൊപ്പം ഉണ്ടായിരുന്നില്ല. സൈബർ ബുള്ളിങ്ങിന്റെ മാരകമായ അവസ്ഥയാണ് ജാസ്മിന് നേരിടേണ്ടി വന്നത്. എല്ലാത്തിനും കാരണമായത് സഹമത്സരാർത്ഥിയും നടനുമായ ഗബ്രി ജോസുമായുള്ള സൗഹൃദമായിരുന്നു. ബിഗ് ബോസ് ഹൗസിൽ വന്ന ശേഷമാണ് ഇരുവരും പരിചയപ്പെടുന്നത്, സൗഹൃദത്തിലാകുന്നത്. തുടക്കത്തിൽ സൗഹൃദം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇരുവരുടെയും ബന്ധം. പിന്നീട് ഇരുവരും പ്രണയത്തിലേക്ക് ആ ബന്ധം കൊണ്ടുപോവുകയാണെന്ന തോന്നൽ ബി പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കി. മാത്രമല്ല, ഗബ്രിയുമായുള്ള ബന്ധം ഏത് തരത്തിലാണെന്ന് വിശദീകരിക്കാൻ ജാസ്മിന് സാധിച്ചിരുന്നില്ല. ഇരുവരുടെ സൗഹൃദം ഗെയിമിലുള്ള രണ്ടുപേരുടെയും നിലനിൽപ്പിന് വല്ലാതെ ബാധിച്ചിരുന്നു. ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചിരുന്നുവെങ്കിൽ ഗ്രാൻഡ് ഫിനാലെ വരെ എത്താൻ കഴിവുണ്ടായിരുന്ന ഗബ്രി 50 ദിവസം പിന്നിട്ടപ്പോഴേക്കും പുറത്തായി. ഗ്രാൻഡ് ഫിനാലെ വരെ എത്തിയെങ്കിലും ജാസ്മിൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇരുവരുടെയും സൗഹൃദം കണ്ടന്റിന് വേണ്ടിയുള്ള സിറ്റുവേഷൻഷിപ്പ് ആണെന്നാണ് പ്രേക്ഷകരും കരുതിയിരുന്നത്. ഷോയ്ക്ക് ശേഷം ആ ബന്ധത്തിന് ആയുസ് ഉണ്ടാകില്ല എന്നും ഭൂരിഭാഗം പ്രേക്ഷകരും വിധിയെയും എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പക്ഷേ ഹൗസിലായിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ സ്ട്രോങ് ആയ സൗഹൃദമാണ് ഷോയ്ക്ക് ശേഷം ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ളത്. ഷോയ്ക്ക് ശേഷം ഗബ്രി യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും ചെയ്തു. എല്ലാത്തിനും സഹായം ചെയ്തത് ജാസ്മിനാണ്. മാത്രമല്ല, ജാസ്മിൻ കൊച്ചിയിലേക്ക് താമസം മാറിയ ശേഷം എന്തിനും ഏതിനും സഹായിക്കുന്ന ഗബ്രിയാണ്. ഇരുവരുടെയും ഒരുമിച്ചുള്ള യാത്രകളുടെയും പ്രൊമോഷൻസിന്റെയും ഫോട്ടോഷൂട്ട്സ് ഉൾപ്പെടെ വീഡിയോകളാണ് യൂട്യൂബ് ചാനലിൽ ഏറെയും. അതേസമയം ഇപ്പോൾ ഇരുവരും ഒരു ഇന്റർനാഷണൽ ട്രിപ്പിലാണ്. തായ്ലാന്റിലാണ് ഇരുവരുടെയും അവധി ആഘോഷം. ജാസ്മിന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണിത്. യാത്രയ്ക്കായി പെട്ടി പാക്ക് ചെയ്യുന്ന വ്ലോഗ് ജാസ്മിൻ യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിരുന്നു. പക്ഷെ ഒപ്പം ഗബ്രി ഉണ്ടോ എന്ന ചോദ്യങ്ങൾക്കൊന്നും ജാസ്മിൻ അന്ന് മറുപടി പറഞ്ഞിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ട്രിപ്പിനുള്ള സാധനങ്ങളും വസ്ത്രങ്ങളും പർച്ചേസ് ചെയ്യുന്ന തിരക്കിലായിരുന്നു ജാസ്മിൻ. ഫ്ലൈറ്റിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പെട്ടി പാക്ക് ചെയ്യാൻ ജാസ്മിൻ ആരംഭിച്ചത്. ട്രിപ്പ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും നിരവധി സമ്മാനങ്ങൾ വാങ്ങാൻ പ്ലാൻ ഇട്ടിരിക്കുന്നതിനെ കുറിച്ചെല്ലാം വ്ലോഗിൽ ജാസ്മിൻ പറഞ്ഞിരുന്നു. എവിടെയും ഗബ്രിയെ കുറിച്ച് ജാസ്മിൻ പറയാതിരുന്നത് കൊണ്ട് തന്നെ ഇരുവരും തെറ്റിപ്പിരിഞ്ഞു എന്ന തരത്തിലെ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. ഇത്തരം വാർത്തകൾ ഇരുവരുടെ സൗഹൃദം ഇഷ്ടപ്പെടുന്നവർക്കും വേദനയുണ്ടാക്കിയിരുന്നു. എന്നാൽ ജബ്രി കോംബോ വേർപിരിഞ്ഞിട്ടില്ല. ഗബ്രിക്കൊപ്പമാണ് ജാസ്മിന്റെ തായ്ലാന്റ് അവധി ആഘോഷം. ആദ്യ ചിത്രങ്ങൾ ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ട്രാവൽ കമ്പനിയുമായി ചേർന്നാണ് ഇരുവരുടെയും തായ്ലാന്റ് ട്രിപ്പ് നടത്തിയിരിക്കുന്നത്. നീലത്തടാകത്തിൽ ഗബ്രിക്കൊപ്പം ഇരിക്കുന്ന ജാസ്മിന്റെ ഫോട്ടോ ഇപ്പോൾ വൈറലാണ്. തായ്ലാന്റിലെ ടൈഗർ പാർക്ക് ഇരുവരും സന്ദർശിച്ച വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഗബ്രിക്കൊപ്പം കൂടിയ ശേഷമാണ് ജാസ്മിൻ യാത്രകൾ ചെയ്യാൻ തുടങ്ങിയത്. മേഘാലയ, ജയ്പൂർ എന്നിവിടങ്ങളിലേക്കായിരുന്നു മുൻപ് ഇരുവരും യാത്ര പോയത്. ജബ്രിയുടെ തായ്ലാന്റ് യാത്രയുടെ വ്ലോഗുകൾ കാണാനാണ് ആരാധകരും കാത്തിരിക്കുന്നത്.